നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ സനാതന ദർശനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സനാതന ദർശനം കേവലം ഒരു മതമല്ല, അത് ജീവിതത്തെ മനസ്സിലാക്കാനുള്ള ദർശനമാണെന്ന് പറഞ്ഞു. ഇന്ന് ആ ദർശനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായി ദർശനം എന്നാൽ എന്താണ്? ദർശനം എന്നത് വാക്കുകളുടെയോ സിദ്ധാന്തങ്ങളുടെയോ സമാഹാരമല്ല. ജീവിതത്തെ എങ്ങനെ കാണണം, ദുഃഖത്തെയും സുഖത്തെയും എങ്ങനെ മനസ്സിലാക്കണം, മനുഷ്യൻ എങ്ങോട്ട് പോകണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ആഴമുള്ള കാഴ്ചപ്പാടാണ്. അതാണ് ദർശനം. സനാതന ദർശനത്തിൻ്റെ ലക്ഷ്യം മനുഷ്യനെ ഭയത്തിലോ അനിശ്ചിതത്വത്തിലോ വയ്ക്കുക എന്നതല്ല, അവയെ സ്വയം മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ്. അതിനാലാണ് സനാതന ദർശനം ജീവിതത്തിൻ്റെ 4 ലക്ഷ്യങ്ങളെ വ്യക്തമായി പറയുന്നു. അവയെ പുരുഷാർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. ഏതൊക്കെയാണവ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം എന്നത് മതാചാരമല്ല, സ്വന്തം ജീവിതത്തിൽ ശരിയായത് ചെയ്യുന്ന ബോധമാണ് ധർമ്മം. അർത്ഥമെന്നാൽ ജീവിതത്തിന് ആവശ്യമായ സാധനങ്ങളും സുരക്ഷയും ഉൾക്കൊള്ളുന്നു. കാമം എന്നാൽ ആസ്വാദനവും സ്നേഹവും സന്തോഷവും അംഗീകരിക്കുന്നു. പക്ഷേ ഇവയൊക്കെയും മോക്ഷത്തിലേക്ക് നയിക്കേണ്ടതാണ്. മോക്ഷമെന്നാൽ മരണം കഴിഞ്ഞതിനു ശേഷം കിട്ടുന്ന ഒരു സ്വർഗമല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഭയവും ബന്ധനവും അവിദ്യയും നശിക്കുന്ന അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇതോടൊപ്പം സനാതന ദർശനം കർമ്മ സിദ്ധാന്തവും പറയുന്നു. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഫലം നൽകും. അത് ശിക്ഷയല്ല, വിധിയുമല്ല, അതൊരു നിയമമാണ്. അതുകൊണ്ട് തന്നെ പുനർജന്മ സിദ്ധാന്തവും ഇവിടെ പ്രതിപാദിക്കുന്നു. ജീവിതം ഒരു ജന്മത്തിൽ അവസാനിക്കുന്നില്ല എന്നതാണ് ചുരുക്കം. ഇവയെല്ലാം അടിസ്ഥാനമാക്കുന്നത് ആത്മാവും പരമാത്മാവും എന്ന ധാരണയാണ്. ശരീരം മാറുന്നു, മനസ്സ് മാറുന്നു, പക്ഷേ ആത്മാവ് മാത്രം മാറുന്നില്ല. അപ്പോൾ ഒരു പ്രധാന ചോദ്യം, ഈ സത്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? അവിടെയാണ് പ്രമാണങ്ങളുടെ ആവശ്യം വരുന്നത്. പ്രമാണം എന്നത് ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന മാർഗമാണ്. സനാതന ദർശനം 4 പ്രധാന പ്രമാണങ്ങളെ പറയുന്നു. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം. ഇവ 4 പ്രത്യക്ഷമെന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നേരിട്ട് അറിയാൻ സാധിക്കുന്നതിനെയാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. അനുമാനം കണ്ടതിനെ അടിസ്ഥാനമാക്കി തീരുമാനിക്കുന്നത്. ഉപമാനം ഒരു വസ്തുവിനെ മറ്റൊന്നുമായി ഉപമിച്ച് മനസ്സിലാക്കുന്നത്. ശബ്ദം വിശ്വസനീയമായ ഗ്രന്ഥങ്ങളിലൂടെയും ഗുരുവിലൂടെയും ലഭിക്കുന്ന ജ്ഞാനം. ഇവയിൽ വേദങ്ങൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. അതിനാലാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും സനാതന ദർശനത്തിൽ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത്. വേദങ്ങളെ 4ആയി തിരിച്ചിരിക്കുന്നു: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. വേദങ്ങളിൽ കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും ഉണ്ട്. ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നിവ ആഴത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഉപനിഷത്തുക്കൾ ഒരു കാര്യം തുടർച്ചയായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നീ ചിന്തിക്കുന്നതിൽ കൂടുതലാണ്. തത്വമസി, നീ അതാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ. ഈ സത്യങ്ങൾ ഈശോവാസ്യം, കഠോപനിഷത്ത്, കേനോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മേൽപ്പറഞ്ഞ ഉപനിഷത്തുകൾ ലളിതമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇവയെല്ലാം ഒരു സിദ്ധാന്തമല്ല, അനുഭവത്തിലേക്ക് നയിക്കുന്ന വഴികളാണ്. ഇപ്പോൾ സനാതന ദർശനത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമുക്ക് കടക്കാം. അവയെ ഷഡ്ദർശനങ്ങൾ എന്ന് പറയുന്നു. ന്യായദർശനം, വൈശേഷികം, സാംഖ്യം, യോഗദർശനം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ഇങ്ങനെ പോകുന്നു. ഇതിൽ ന്യായദർശനം ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു. വൈശേഷികം ലോകത്തിൻ്റെ ഘടനയെ വിശദീകരിക്കുന്നു. സാംഖ്യം പുരുഷനെയും പ്രകൃതിയെയും വ്യക്തമാക്കുന്നു. യോഗദർശനം മനസ്സിനെ ശാന്തമാക്കുന്ന പാത കാണിച്ചു നൽകുന്നു. പൂർവമീമാംസ കർമ്മത്തിൻ്റെ പ്രാധാന്യം പറയുന്നു. ഉത്തരമീമാംസ അഥവാ വേദാന്തം ബ്രഹ്മസത്യത്തെ കേന്ദ്രമാക്കുന്നു. ഓരോ ദർശനത്തിനും സ്ഥാപകന്മാരുണ്ട്, ഗ്രന്ഥവുമുണ്ട്, മോക്ഷത്തിലേക്കുള്ള വഴിയുമുണ്ട്. ഇതിൽ നിന്ന് വേദാന്തത്തിൻ്റെ ഉപശാഖകൾ ഉദയം ചെയ്തു. അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതം, ശുദ്ധാദ്വൈതം, അചിന്ത്യഭേദാഭേദം എന്നിങ്ങനെ ശ്രീ ശങ്കരാചാര്യർ, രാമാനുജൻ, മാധ്വൻ തുടങ്ങിയ മഹാചാര്യന്മാർ ഇവയെ വിസ്തരിച്ച് നമുക്ക് പറഞ്ഞു നൽകി. ഈ ആചാര്യന്മാരെല്ലാം ഒരേ സത്യത്തെ വ്യത്യസ്തമായ ദൃഷ്ടിയിലൂടെ കണ്ടവരായിരുന്നു. ഇതിഹാസങ്ങളും പുരാണങ്ങളും ഈ ദർശനത്തെ ജീവിതത്തിലേക്കുള്ള പാത കാണിച്ചു നൽകുന്നു. രാമായണം ധർമ്മത്തിൻ്റെ സൗമ്യത കാണിക്കുന്നു. മഹാഭാരതം ധർമാധർമ്മങ്ങളും സങ്കടങ്ങളും മനുഷ്യനെ എങ്ങനെ പരീക്ഷിക്കുന്നു എന്ന് കാണിച്ചു നൽകുന്നു. ഭഗവത്ഗീത കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും ഒരുമിച്ച് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നു.
ഭക്തി, തന്ത്രം, ആഗമം എന്നിവ ദർശനത്തെ അനുഭവമായി മാറ്റുന്നു. മന്ത്രം, ശക്തി, സാധന എല്ലാം നമ്മുടെ ഉള്ളിലെ പരിവർത്തനത്തിനു വേണ്ടിയാണ്. ഇന്നത്തെ ലോകത്ത് സനാതന ദർശനം ഇനിയും പ്രസക്തമാണ്. സയൻസുമായി സംവദിക്കാൻ ഇതിന് സാധിക്കും. ധ്യാനം മാനസിക ആരോഗ്യത്തിന് സഹായിക്കുന്നു. കർമ്മസിദ്ധാന്തം ജീവിതത്തിന് ഉത്തരവാദിത്വം നൽകുന്നു. മോക്ഷം ഇന്നത്തെ മനുഷ്യന് ഭയമില്ലാത്ത ജീവിതം പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് സനാതന ദർശനം കേവലം ഒരു പഴയ ചിന്താഗതിയല്ല എന്ന് പറയുന്നത്. ഇത് കാലാതീതമാണ്. ഇത് ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, നാളെയും നിലനിൽക്കുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് പറയാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.